നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലയണൽ മെസ്സി വീണ്ടും പുരസ്കാര നിറവിൽ. ആയിട്ട് MLS ആയിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ 2 ദിവസം മുമ്പ് ഒരു MVP വീഡിയോ ചെയ്തല്ലേ എന്ന് ചോദിക്കേണ്ട. അത് ഇന്റർ മയാമിയുടെ MVP പുരസ്കാരമായിരുന്നു. ഇപ്പോൾ MLS പോയ സീസണിലെ ഏറ്റവും മികച്ച താരമായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിൻ്റെ വോട്ടിങ്ങിൻ്റെ കണക്കൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ലിയോ മെസ്സിക്ക് പ്ലെയേഴ്സിൻ്റെ വോട്ടിങ്ങിൽ 40.83% വോട്ട് ലഭിച്ചപ്പോൾ മീഡിയയുടെ വോട്ടിൽ 43.2% വോട്ട് ലഭിച്ചു. ക്ലബ്സിൻ്റെ വോട്ടിങ്ങിൽ 31.25%. അങ്ങനെ ടോട്ടൽ ആവറേജ് 38.43% വോട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. രണ്ടാമതുള്ള കൂച്ചോ ഹെർണാണ്ടസിന് 33.7% വോട്ടുകളാണ് ലഭിച്ചത്. പിന്നെ പോർട്ട്ലൻഡ് ടിംബേഴ്സിൻ്റെ താരം ബ്രസീലിയൻ താരം ഇവാൻഡറിന് 9.24% ലഭിച്ചത്. ചുരുക്കത്തിൽ ഏറ്റവും അധികം വോട്ടുകൾ നേടിക്കൊണ്ട് ലിയോ മെസ്സി MLS MVP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. പോയ MLS സീസണിൽ അദ്ദേഹം പൊളിച്ചടുക്കിയ പ്രകടനമാണ് നടത്തിയത്. 19 മത്സരങ്ങൾ കളിച്ചിട്ട് 20 ഗോളുകളും 16 അസിസ്റ്റുകളും മെസ്സി നേടിയിട്ടുണ്ടായിരുന്നു. പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് മെസ്സി പറഞ്ഞ വാക്കുകളും വളരെ ശ്രദ്ധേയമാണ്. ലിയോ മെസ്സി പറഞ്ഞു, തീർച്ചയായിട്ടും ഈ ഒരു പുരസ്കാരം മറ്റൊരു സിറ്റുവേഷനിൽ വാങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അടുത്ത സാറ്റർഡേ നടക്കുന്ന ഫൈനൽ മത്സരം കളിച്ചുകൊണ്ട് ഇത് വാങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഫുട്ബോളാണ്, ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ ഓരോ ദിവസവും ഓവർകം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഒരു ബിഗ് ഡ്രീം ഞങ്ങൾക്കുണ്ടായിരുന്നു ഇത്തവണ MLS ചാമ്പ്യൻസ് ആവുക എന്നുള്ളത്. പക്ഷെ അത് സംഭവിച്ചില്ല. എന്നാൽ അടുത്ത വർഷം കൂടുതൽ ശക്തരായിട്ട് ഞങ്ങൾ വരികയും ചെയ്യും. അടുത്ത വർഷം ഈ കിരീടത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പം പല താരങ്ങളും യങ്ങാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൂടുതലായിട്ട് നടത്തണം. നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. നമുക്ക് എന്താണോ വേണ്ടത് അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുക. ഇൻ ദി എൻഡ് സാക്രിഫൈസ് നമ്മൾ നടത്തിയാൽ, എഫേർട്ട് നമ്മൾ ഇട്ടാൽ അതിന് റിവാർഡ് ലഭിക്കുകയും ചെയ്യും എന്നാണ് മെസ്സി പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.